ക്ലാസ് ടേം 2 ലെസൺ ഫുൾ പോർഷൻ കവർ ചെയ്തു, പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ന് മുതൽ റിവിഷൻ ആണ്. ഫസ്റ്റ് മുതൽ ഓരോ ചാപ്റ്റേഴ്സും റിവൈസ് ചെയ്യുകയാണ്. അപ്പൊ നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ. Okay, all of you take your textbook, term 2 text, lesson 2, seasons. നമ്മൾ ഈ ലെസൺ പഠിച്ചത് സീസൺസ് ആണ്. ഫസ്റ്റ് സോളാർ ഇയർ എന്താണെന്നുള്ളത് പഠിച്ചു. ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദി സൺ. ഇറ്റ് ടേക്സ് 365 days and 6 hours. Okay, to complete one revolution. This period is called the solar year. Okay, നെക്സ്റ്റ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത് സീസൺസ് ഓഫ് ദി വേൾഡ് ആണ്. നമ്മുടെ വേൾഡിലെ മെയിൻ സീസൺസിനെ കുറിച്ചാണ് പഠിച്ചത്. ദർ ആർ 5 മെയിൻ സീസൺസ്. ഏതൊക്കെയാണ്? സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ ആൻഡ് റെയിനി സീസൺ. ഓക്കെ, അപ്പോൾ 5 സീസൺസ് ആണ് മെയിനായിട്ടുള്ളത്. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ ആൻഡ് റെയിനി സീസൺ. ഓക്കെ, നെക്സ്റ്റ് സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് ഈസ് എ വെരി പ്ലസൻറ്റ് സീസൺ. സ്പ്രിംഗ് എന്ന് പറയുന്ന വെരി പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സീസണാണ്. ഇറ്റ് ഈസ് നെയ്തർ ഹോട്ട് ഓർ നോർ കോൾഡ്. എ വെരി ബ്രൈറ്റ് ആൻഡ് സണ്ണി വെതർ പ്രിവൈൽസ് during this season. Okay, next summer the heat of the sun is too severe heat ആയിട്ട് നിൽക്കുന്നത് സമ്മർ സീസണിലാണ്. ഡേയ്സ് ആർ ലോങ്ങർ ആൻഡ് നൈറ്റ്സ് ആർ ഷോർട്ടർ. ദെൻ ഓട്ടം സീസൺ എന്ന് പറയുന്നതാണ് ദ കണ്ടീഷൻ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഈസ് ഓൾമോസ്റ്റ് ദ സെയിം ആസ് ദ സ്പ്രിംഗ് സീസണിൻ്റെ അറ്റ്മോസ്ഫിയർ പോലെ തന്നെയാണ് ഓട്ടം സീസണിലും. ഡേ ആൻഡ് നൈറ്റ് ആർ ഓഫ് ഈക്വൽ ലെങ്ത് ഇൻ ഓട്ടം സീസണിൽ ഡേയും നൈറ്റും ഈക്വൽ ലെങ്ത് ആണ്. വിൻ്റർ സീസൺ കോൾഡ് സീസൺ എന്നാണ് പറയുന്നത്. വിൻ്റർ സീസൺ ഈസ് എ കോൾഡ് സീസൺ ആൻഡ് അറ്റ് സം പ്ലേസസ് ഇറ്റ് ക്യാൻ ബി വെരി കോൾഡ്. ഓക്കെ, നെക്സ്റ്റ് റെയിനി സീസൺ എന്ന് പറഞ്ഞാൽ വേറൊരു പേരും കൂടിയുണ്ട്, മൺസൂൺ. ദ റെയിനി സീസൺ ഈസ് ഓൾസോ കോൾഡ് മൺസൂൺ. ദ എമൗണ്ട് ഓഫ് റെയിൻഫോൾ ഡിഫേഴ്സ് ഫ്രം പ്ലേസ് ടു പ്ലേസ് ഇൻ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ ഓഫ് പീപ്പിൾ ഇൻ ഡിഫറെൻറ്റ് സീസൺസിലും നമ്മുടെ പീപ്പിളിൻ്റെ ലൈഫ് സ്റ്റൈൽസ് ആണ് പറയുന്നത്. കോട്ടൺ സീസണിൽ എങ്ങനെയാണ്, ഏത് തരം വസ്ത്രമാണ് ധരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഓക്കെ, ഇൻ സമ്മർ വി sweat a lot cause of the heat, so people prefer light cotton clothes. സമ്മർ സീസണിൽ പീപ്പിൾ പ്രിഫർ ചെയ്യുന്നത് കൂടുതലായിട്ടും ലൈറ്റ് കോട്ടൺ ക്ലോത്ത്സ് ആണ്. കോൾഡ് ഫുഡ് ലൈക്ക് ഐസ്ക്രീം ആൻഡ് കോൾഡ് ഡ്രിങ്ക്സ് ആർ പ്രിഫേർഡ് ഡ്യൂറിങ് ദിസ് സീസൺ. ഓക്കെ, നെക്സ്റ്റ് ഇൻ വിൻ്റർ സീസണിൽ വൂളൻ ക്ലോത്ത്സ് ആണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത്. ദ വെദർ ബിക്കം വെരി കോൾഡ് വെൻ ഇറ്റ് rains continuously. The people use raincoat and umbrellas. Okay. നെക്സ്റ്റ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സീസൺസ് ഇൻ ഇന്ത്യയിലെ സീസൺസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഏതൊക്കെയാണ്? 3 മെയിൻ സീസൺസ് ആണ്, സമ്മർ, വിൻ്റർ ആൻഡ് മൺസൂൺ. ഓക്കെ, then fairly warm weather prevail in southern part of the India almost throughout the year. Northern India has hot summer and very cold winter. Monsoon are seasonal wind that bring rain to rain. Okay, നെക്സ്റ്റ് ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ചെയ്തതാണ്. ടിക്ക് ദ കറക്റ്റ് ആൻസർ. സീസൺ ആർ കോസ്ഡ് ബൈ എർത്ത്സ് റെവല്യൂഷൻ. വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ summer. We eat hot food to keep ourselves warm in winter. The length of the day and night is equal in autumn. The cold areas houses are built with sloping roof. നെക്സ്റ്റ് വെബ് ചാർട്ട് ആണ്. സീസൺസ് ഓഫ് ദി വേൾഡ് സീസൺസ് 5 ആണ്. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, വിൻ്റർ ആൻഡ് മൺസൂൺ. ഓക്കെ, fill in the blanks. The earth takes 365 days and 6 hours to complete one revolution എടുക്കുന്ന ടൈമാണ് 365 days and 6 hours. During summer the days are longer than the night. In summer, because of heat, we sweat a lot. Northern part of India has hot summer and very cold winter. Monsoon are seasonal wind that bring rain to India. പിന്നെ ക്വസ്റ്റ്യൻ ആൻസർ, നമ്മൾ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നന്നായിട്ട് ഓരോ ക്വസ്റ്റ്യൻസും പഠിക്കുക.
നെക്സ്റ്റ് ലെസൺ 3 അവർ ഫെസ്റ്റിവൽ. നമ്മുടെ ഫെസ്റ്റിവൽസിനെ കുറിച്ചാണ് പഠിച്ചത്. റിലീജിയസ് ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? റിലീജിയസ് ഫെസ്റ്റിവൽസ് ദീപാവലി എന്നും പറയുന്നു. ദിവാലി ഈസ് ഓൾസോ കോൾഡ് ദീപാവലി. ദീപങ്ങളുടെ ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സിൻ്റെ ഫെസ്റ്റിവലിനെയാണ് ദീപാവലി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്രിസ്മസ് ഈസ് സെലിബ്രേറ്റഡ് ഓൺ 25th December. എല്ലാ ഇയറിലും എല്ലാ വർഷവും 25th ഡിസംബർ 25th നമ്മൾ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്രിസ്മസ് ട്രീ നമ്മൾ ഒരുക്കാറുണ്ട്, സാന്താക്ലോസ് ഒക്കെ വരാറുണ്ട്, സമ്മാനങ്ങളൊക്കെ ഒരുപാട് തരാറുണ്ട്. നെക്സ്റ്റ് Eid al-Fitr. The festival of Eid al-Fitr marks the end of Ramzan, holy month in which the Muslims fast. ഒരു ഹോളി മന്താണ് റംസാൻ എന്ന് പറയുന്നത്. മുസ്ലിംസ് ഫാസ്റ്റ് ഒക്കെ ചെയ്തിട്ട് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, Eid al-Fitr. നെക്സ്റ്റ് ബുദ്ധ പൂർണിമ fall on the full moonlight in the month of Vaishakhi, April or May. It is the birth anniversary of Lord Buddha. ബുദ്ധ പൂർണിമ എന്ന് പറയുന്നത് ലോർഡ് ബുദ്ധൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ് നമ്മൾ ബുദ്ധ പൂർണിമയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് മഹാവീർ ജയന്തി സെലിബ്രേറ്റഡ് ടു മേക്ക് ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് ലോർഡ് മഹാവീറിൻ്റെ ബർത്ത് ആനിവേഴ്സറിയാണ് മഹാവീർ ജയന്തി. ഓക്കെ, നെക്സ്റ്റ് ഗണേഷ് ചതുർത്ഥി സെലിബ്രേറ്റഡ് ആസ് ദ ബർത്ത് ഓഫ് ലോർഡ് ഗണേശയുടെ ബർത്താണ് നമ്മൾ ഗണേഷ് ചതുർത്ഥിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് ഫസ്റ്റ് വൺ പൊങ്കൽ ഈസ് ദി ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ഇൻ സൗത്തേൺ ഇന്ത്യയിലാണിത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദ ഫെസ്റ്റിവൽ ലാസ്റ്റ് ഫോർ 4 days. The sun, god and cow are worshipped on the day of Pongal. Okay. Next Onam is the most popular festival in Kerala. നമ്മുടെ കേരളത്തിലെ മോസ്റ്റ് പോപ്പുലർ ഫെസ്റ്റിവലാണ് ഓണം. ഓക്കെ, നെക്സ്റ്റ് വൈശാഖി ഈസ് derived from the word വൈശാഖ് എന്ന വേർഡിൽ നിന്നാണ് വൈശാഖി എന്ന ഒരു സെലിബ്രേഷൻ രൂപം കൊണ്ടത്. The month that begin from 13th or 14th April. ഓക്കെ, നെക്സ്റ്റ് നാഷണൽ ഫെസ്റ്റിവൽസ് ഏതൊക്കെയാണ്? നാഷണൽ ഫെസ്റ്റിവൽസ് ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ, ഗാന്ധി ജയന്തി ഓഫ് സം നാഷണൽ ഫെസ്റ്റിവൽസ്. ഇൻഡിപെൻഡൻസ് ഡേ 15th ഓഗസ്റ്റിനാണ്. എല്ലാ വർഷവും 15th ഓഗസ്റ്റിനാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അവിടെ എന്താണ്? റെഡ് ഫോർട്ടിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ നാഷണൽ ഫ്ലാഗ് എന്ത് ചെയ്യുന്നു? ഹോസ്റ്റ് ചെയ്യുന്നു. ദെൻ സ്പീച്ച് എല്ലാ വർഷവും ഇൻഡിപെൻഡൻസ് ഡേക്ക് റെഡ് ഫോർട്ടിൽ സ്പീച്ചസ് ഒക്കെ നടത്താറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റിപ്പബ്ലിക് ഡേ 26th ജനുവരിയിലാണ് നമ്മൾ ജനുവരി എന്ന മന്തിൽ 26th നമ്മൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യാറ്. നെക്സ്റ്റ് ഗാന്ധി ജയന്തി. വി സെലിബ്രേറ്റ് ഗാന്ധി ജയന്തി ഓൺ October 2nd ആണ് ഗാന്ധി ജയന്തി. ദ ബർത്ത് ആനിവേഴ്സറി ഓഫ് മഹാത്മാ ഗാന്ധി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതാണ്. വെബ് ചാർട്ടാണ്. ഫെസ്റ്റിവൽസ്, ഫാമിലി, റിലീജിയസ്, നാഷണൽ. ഫാമിലി, ബർത്ത്ഡേ, വെഡിങ്. റിലീജിയസ് ഫെസ്റ്റിവൽസ്, ദിവാലി. ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തതാണ്. വെബ് ചാർട്ടാണ്. ഫെസ്റ്റിവൽസ്, ഫാമിലി, റിലീജിയസ്, നാഷണൽ. ഫാമിലി, ബർത്ത്ഡേ, വെഡിങ്. റിലീജിയസ് ഫെസ്റ്റിവൽസ്, ദിവാലി, ക്രിസ്മസ്. നാഷണൽ ഫെസ്റ്റിവൽസ്, ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ. Next, tick the correct answers. The birth anniversary of Lord Mahavir is celebrated as Mahavir Jayanti. An important event related to Onam is snakeboard race. Ramzan is the holy month of the Muslims. Ganesh Chaturthi is the day when we celebrate the birth of Lord Ganesha. Okay, last one. Cow is worshipped on the day of Pongal. Okay. Next activity, fill in the blanks. People make sweets called modak and offer them to Lord Ganesha on Ganesh Chaturthi. Dash. Onam is the most popular festival in Kerala. People greet each other by saying Eid Mubarak on the day of Eid al-Fitr. A community lunch called langar is served on Vaishakhi. On Independence Day, our Prime Minister hoists the national flag at the Red Fort. Next, match the following. Match the columns match cheyanattu. Diwali
October or November. Christmas 25th December. Buddha Purnim April or May. Pongal mid-January. Onam August or September. Okay. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ഓക്കെ. ലെസൺ 5 ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യ. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ മെയിനായിട്ട് നെയ്ബറിംഗ് കൺട്രീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. അവർ നെയ്ബറിംഗ് കൺട്രീസ് ആ നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന ആൻഡ് ശ്രീലങ്ക. ഓക്കെ, നെയ്ബറിംഗ് കൺട്രീസ്. നെക്സ്റ്റ് ഫിസിക്കൽ ഫീച്ചേഴ്സ് പഠിച്ചു അല്ലേ. There are different landforms in our country like the mountain ranges, plateau, desert and plains. Okay, these form the physical features of our country. So, physical features of our country പഠിച്ചു. Then India is a peninsula. A peninsula is a land surrounded by water on 3 sides and land on 1 side. Okay, അപ്പോൾ India is a peninsula. Next, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചത് ബൗണ്ടറീസ് ആണ്. ദ ഇന്ത്യ പെനിൻസുല ഈസ് സറൗണ്ടഡ് ബൈ ദി ഹിമാലയൻ മൗണ്ടെയിൻ റേഞ്ച്. ഇൻ ദ നോർത്ത് ദ ബേ ഓഫ് ബംഗാൾ ഇൻ ദി ഈസ്റ്റ്, ദ അറേബ്യൻ സീ ഇൻ ദി വെസ്റ്റ് ആൻഡ് ദി ഇന്ത്യൻ ഓഷ്യൻ ഇൻ ദി സൗത്ത്. ഓക്കെ. നെക്സ്റ്റ് ഹിമാലയാസ്. ദ ഹിമാലയാസ് ഈസ് ദ മൗണ്ടെയിൻ റേഞ്ച് ദാറ്റ് റൺസ് ഫ്രോം ദി വെസ്റ്റ് ടു ഈസ്റ്റ് ആൻഡ് ഹൈ പീക്ക് ആൻഡ് ഡീപ്പ് വാലീസ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ യമുന, ഗംഗ, ഇൻഡസ്, അതായത് 3 ഇമ്പോർട്ടൻറ്റ് പെരീനിയൽ റിവേഴ്സ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? ഗംഗ, ഇൻഡസ് ആൻഡ് യമുന. ഓക്കെ, ദീസ് റിവേഴ്സ് ആർ സ്നോ-fed ആൻഡ് thus have water throughout the year. The vast stretch of even land known as the plain of Ganga. Okay, next, the Thar Desert also known as the Great Indian Desert. Thar Desertനെയാണ് നമ്മൾ Great Indian Desert എന്ന് പറയുന്നത്. Okay, next, it is very hot and dry region. Only plants like date palms and cacti grow here. Next, Deccan Plateau lies in the peninsula part of India. This നമ്മൾ പഠിച്ചത് പൊളിറ്റിക്കൽ ഡിവിഷൻസ് ആണ്. Our country is divided into many political regions known as state and union territories. അപ്പോൾ 29 states in India. New Delhi is the national capital territory of our country. It is also a union territory. Okay. Other union territories ഏതൊക്കെയാണ്? ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐസ്ലാൻഡ്, ചണ്ഡീഗഡ്, ദാദ്ര ആൻഡ് നഗർ ഹവാലി, ദമൻ ആൻഡ് ദിയു, ലക്ഷദ്വീപ് ആൻഡ് പുതുച്ചേരി. നെക്സ്റ്റ് അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. വെബ് ചാർട്ട്. ഹിമാലയാസ് ഇൻ ദി നോർത്ത്. ഇന്ത്യ ഈസ് സറൗണ്ടഡ് ബൈ അറേബ്യൻ സീ, ഇന്ത്യൻ ഓഷ്യൻ, ബേ ഓഫ് ബംഗാൾ. ടിക്ക് ദ കറക്റ്റ് ആൻസേഴ്സ്. ഇതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ചു. അപ്പം നന്നായിട്ട് ഇതൊക്കെ പഠിക്കുക. Next, fill in the blanks. India is a peninsula because it is surrounded by water on 3 sides. Puducherry is a union territory. Okay, Puducherry is a union territory. The Himalayas form the northernmost boundary of the country. The Great Indian Desert is also known as the Thar Desert. Great Indian Desert ഏതാണ്? Thar Desertനെയാണ് Great Indian Desert എന്ന് പറയുന്നത്. There are 29 states and 7 union territories in India. This question ആൻസറും മാച്ച് ദ കോളംസും ആണ്. ഗീവ് റീസൺസ് ഇതൊക്കെ നോട്ട്ബുക്കിലുണ്ട്. നന്നായിട്ട് എല്ലാവരും പഠിക്കുക. ലെസൺ 6 എന്തൊക്കെയാണ്? ഡൽഹി ദ ക്യാപിറ്റൽ സിറ്റി എന്ന ലെസണാണ് നമ്മൾ പഠിച്ചത്. ദ ഒറിജിൻ ഓഫ് ഡൽഹി. ദ ഹിസ്റ്ററി ഓഫ് ഡൽഹി ഡേറ്റ്സ് back to the days of Harappan civilization. Delhi was the capital of many empires starting from the ancient time. There are various stories about its origin. Okay, ഇത് നമ്മൾ ഒറിജിനാണ്. ഡൽഹിയുടെ ഒറിജിൻ എങ്ങനെയാണ്, എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എന്നൊക്കെയാണ് പഠിച്ചത്. ദ ഒറിജിൻ ഓഫ് ദ നെയിം ഡൽഹി ഈസ് attributed to a king called Raja Dillu who ruled the area in ancient time. രാജ ദില്ലു എന്ന രാജാവിൻ്റെ കിങ്ങിൻ്റെ നെയിമിൽ നിന്നാണ്, കിങ് ആണ് ഈ ഒരു പേര് ഫസ്റ്റ്. ഒറിജിൻ, ഈ ഡൽഹിയുടെ ഒറിജിൻ എന്ന് പറയുന്നത് രാജ ദില്ലു എന്ന രാജാവിൻ്റെ അടുക്കിൽ നിന്നായിരുന്നു. ഹു റൂൾഡ് ദ ഏരിയ ഇൻ ആൻഷ്യന്റ് ടൈംസ്. Many people believe that Delhi was the legendary capital of the Pandavas in the epic Mahabharata. It was called Indraprastha. Then Delhi was rebuilt by Emperor Shah Jahan. Delhi rebuilt ചെയ്തത് ഷാജഹാൻ ചക്രവർത്തിയാണ്. 17th centuryയിലാണ്. He called it Shahjahanabad.
Next, city of Delhi divided into two parts, Old Delhi and New Delhi. Old Delhi and New Delhi, both the part together constitute the national territory NCT of India. നെക്സ്റ്റ് നമ്മൾ ക്ലൈമറ്റ് ഓഫ് ഡൽഹിയുടെ ക്ലൈമറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. ഡൽഹി എക്സ്പീരിയൻസസ് എക്സ്ട്രീം ക്ലൈമറ്റ്. ഇൻ വിൻ്റർ ഇറ്റ് ഈസ് വെരി കോൾഡ് ആൻഡ് ഇൻ സമ്മർ ഇറ്റ് ഈസ് extremely hot. Okay, next, important sites in Delhi. Important sites in Delhi. First one, Qutub Minar. Qutub Minar is the world's tallest brick minaret. Qutub Minar ആണ് വേൾഡിലെ ടാളസ്റ്റ് ബ്രിക്ക് മിനാരത്ത് എന്ന് പറയുന്നത് ഖുതബ് മിനാർ ആണ്. 12th സെഞ്ച്വറിയിലാണ് ഇത് ബിൽഡ് ചെയ്തത്. ഖുതബുദ്ദീൻ ഐബക്ക് ആണ് 12th സെഞ്ച്വറിയിൽ ഖുതബ് മിനാർ ബിൽഡ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്, ഇന്ത്യ ഗേറ്റ് ഈസ് ദി നാഷണൽ മോണുമെൻറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ മോണുമെൻ്റ് ആണ് ഇന്ത്യ ഗേറ്റ്. നാഷണൽ മോണുമെൻ്റ് ഓഫ് ഇന്ത്യയിലെ നാഷണൽ മോണുമെൻ്റ് ആണ് നമ്മുടെ ഇന്ത്യ ഗേറ്റ്. ഇറ്റ് വാസ് ഡിസൈൻഡ് ബൈ സർ എഡ്വിൻ ലുട്ടിയൻസ് എന്ന ആളാണ് ഡിസൈൻ ചെയ്തത് ഇന്ത്യ ഗേറ്റ്. It was built in 1931. The next, Red Fort, which is also known as Lal Killa, was built in 17th century. 17th centuryയിലാണ് മുഗൾ എംപററായ ഷാജഹാൻ റെഡ് ഫോർട്ട് ബിൽഡ് ചെയ്തത്. ഓക്കെ, രാജ്ഘട്ട് ഈസ് ദ മെമ്മോറിയൽ ഓഫ് ഫാദർ ഓഫ് നാഷൻ മഹാത്മാഗാന്ധിയുടെ മെമ്മോറിയൽ പ്ലേസ് ആണ് രാജ്ഘട്ട്. നെക്സ്റ്റ്, ജുമാ മസ്ജിദ് സിറ്റുവേറ്റഡ് ഇൻ ഓൾഡ് ഡൽഹി. ജുമാ മസ്ജിദ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഓൾഡ് ഡൽഹിയിലാണ്. ഒരു ലാർജസ്റ്റ് മോസ്ക് ഇൻ ഇന്ത്യയിലെ ലാർജസ്റ്റ് മോസ്കാണ് ജുമാ മസ്ജിദ്. നെക്സ്റ്റ്, അക്ഷർധാം ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഈസ്റ്റ് ഡൽഹിയിലാണ് ഈ ടെമ്പിൾ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ബാങ്ക് ഓഫ് റിവർ യമുനയുടെ തീരത്ത്. ബിൽഡ് ചെയ്തത്, ഇത് നിർമ്മിതമായത് 2005 ഓക്കെ. നെക്സ്റ്റ്, ലോട്ടസ് ടെമ്പിൾ. The Lotus Temple in Delhi is a Baha'i place of worship. Built in the shape of a lotus. ലോട്ടസിൻ്റെ ഷേപ്പിലാണ് ഈ ടെമ്പിൾ ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ, നൂറുകണക്കിന് ദിവസവും നൂറുകണക്കിന് ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ്, കോമ്പോസൈറ്റ് കൾച്ചർ ഓഫ് ഡൽഹി. ഫസ്റ്റ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഡൽഹി മെട്രോ. ഡൽഹീസ് world-class metro rail system interconnected the various parts of the city. It has made traveling within the city comfortable, affordable and quick. Okay, next, and activities ആണ് web chart. Okay, national capital territories Old Delhi, New Delhi. Tick the correct answers. കറക്റ്റ് ആൻസേഴ്സ് ഒക്കെ നമ്മളെ നോട്ട്ബുക്കിലും ടെക്സ്റ്റിൽ ഫിൽ ചെയ്ത് പഠിച്ചതാണ്. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാവരും പഠിക്കുക. Next, fill in the blanks. Red Fort was built by Shah Jahan. Akshardham Temple is situated in East Delhi. Delhi's metro interconnects various parts of the city. The Amar Jawan Jyoti burns at India Gate. Qutub Minar is world's tallest brick minaret. Okay, ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നമ്മൾ നോട്ട്ബുക്കിലുണ്ട്. അപ്പോൾ അത് വെച്ച് നന്നായിട്ട് എല്ലാവരും പഠിച്ച് നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ റിവിഷൻ ലെസൺ പൂന്തോട്ടം എന്ന് പറയുന്ന ലെസണാണ്. പാഠം 5 ലെസൺ പൂന്തോട്ടം. അതിൽ നോട്ട്സ് എടുക്കുക എല്ലാവരും. പ്ലീസ് ടേക്ക് യുവർ നോട്ട്ബുക്ക്. അർത്ഥം എഴുതുക. നിരാശ, ആശ നഷ്ടപ്പെട്ട അവസ്ഥ, ധാരാളം, അനവധി, മതിൽ, ചുവര്. വിപരീത പദം എഴുതുക. നിരാശ, ആശ, പഴമ, പുതുമ, പ്രധാന, അപ്രധാനം. പര്യായം എഴുതുക. മരം, വൃക്ഷം, തരു, ഷാഹി. പൂവ്, കുസുമം, സുമം, സൂനം. പിരിച്ചെഴുതുക. പൂക്കാലം, പൂ പ്ലസ് കാലം, പൂക്കാലം. പൂന്തോട്ടം, പൂ പ്ലസ് തോട്ടം. മരക്കൊമ്പിൽ, മര അധികം കൊമ്പിൽ. ബലമുള്ള, ബലം അധികം ഉള്ള. അക്കൊല്ലം, ആ അധികം കൊല്ലം. വന്നെത്തി, വന്നു അധികം എത്തി. ഉത്തരം എഴുതുക. പൂന്തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? പൂന്തോട്ടത്തിൽ പഴങ്ങളും പൂക്കളും പൂമ്പാറ്റകളും ഉണ്ടായിരുന്നു. പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടാകാതിരുന്നത് എന്തുകൊണ്ട്? തോട്ടത്തിനു ചുറ്റും മതിൽ പണിതതുകൊണ്ട് കുട്ടികൾക്ക് അവിടെ കടക്കാൻ കഴിഞ്ഞില്ല. കുട്ടികൾ നിരാശരായി. അക്കൊല്ലം പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടായില്ല. 3. ചിത്രാംഗതന് സങ്കടം തോന്നിയതെപ്പോൾ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചിത്രാംഗതന് സങ്കടം തോന്നിയതെപ്പോൾ?
പൂന്തോട്ടത്തിൽ പൂക്കളും പഴങ്ങളും ഉണ്ടാകാഞ്ഞപ്പോൾ ചിത്രാംഗതന് സങ്കടം തോന്നി. 4th ക്വസ്റ്റ്യൻ, പൂന്തോട്ടത്തിൽ വീണ്ടും പൂക്കൾ ഉണ്ടായതെങ്ങനെ? കുട്ടികൾ പൂന്തോട്ടത്തിൽ എത്തിയപ്പോൾ വീണ്ടും പൂന്തോട്ടത്തിൽ പൂക്കൾ ഉണ്ടായി. then ഉണ്ണിയാർച്ച എന്ന് പറയുന്ന പാഠമാണ്. അത് ആ ടെക്സ്റ്റിൽ ആ പാഠം എടുക്കുക. ടീച്ചർ കവിത വായിക്കാം. ആറ്റുമണമേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞങ്ങ് ഉറക്കമായി. ഉറക്കത്തിൽ സ്വപ്നവും കണ്ടു പെണ്ണ്. അല്ലിമലർ കാവിൽ കൂത്തല്ലാണ്. അയ്യപ്പൻ കാവിൽ വിളക്കല്ലാണ്. അയലാളർ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ സ്വപ്നവും കണ്ടു പെണ്ണ്. പുലരുവാൻ 7:30 രാവുള്ളപ്പോൾ ഞെട്ടിയുണരുന്നു ഉണ്ണിയാർച്ച. കാർക്കൂന്തൽ നന്നായി കുടഞ്ഞുകെട്ടി. ആടകൾ നന്നായി കുടഞ്ഞുടുത്തു. പുലർച്ചയ്ക്ക് വിളക്കുമേ കൊളുത്തുന്നുണ്ട്. പൂങ്കോഴി ചാത്തൻ്റെ കൂവൽ കേട്ടു. പടകാളി മുറ്റത്തും ചെന്നിറങ്ങി. മണ്ഡകത്തിൻ്റെ അരികെ ചെന്നു. ഭൂമിയും തൊട്ടു നെറുകിൽ വച്ചു. സൂര്യഭഗവാനെ കൈവണങ്ങി. ഇതൊരു വടക്കൻ പാട്ടാണ് കേട്ടോ. ഇതാണ് വടക്കൻ പാട്ട്. ഇത് നല്ലതുപോലെ വായിക്കുക. ദെൻ ടെക്സ്റ്റ് ആക്ടിവിറ്റീസ് നോക്കാം. അർത്ഥം എഴുതുക. അയലാളർ അയൽവാസികൾ. കൂന്തൽ മുടി. കാർക്കൂന്തൽ കറുത്ത മുടി. പര്യായം എഴുതുക. കൂന്തൽ മുടി കേശം. ആട വസ്ത്രം ചേല. ഭൂമി ധര ധരിത്രി. സൂര്യൻ രവി അർക്കൻ. എഴുതുക. രാവുള്ളപ്പോൾ രാവ് അധികം ഉള്ളപ്പോൾ. ഞെട്ടിയുണർന്നു ഞെട്ടി അധികം ഉണർന്നു. കുടഞ്ഞുടുത്തു കുടഞ്ഞധികം ഉടുത്തു. ഉറക്കത്തിൽ ഉറക്കം അധികം ഇൽ. ചെന്നിറങ്ങി ചെന്ന് അധികം ഇറങ്ങി. then ആൻസർ ദ ഫോളോയിങ് ആണ്. ഫസ്റ്റ് ഉണ്ണിയാർച്ച കണ്ട സ്വപ്നം എന്ത്? അല്ലിമലർ കാവിൽ കൂത്താണ്. അയ്യപ്പൻ കാവിൽ വിളക്കാണ്. അയലത്തെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട്. ഇതാണ് ഉണ്ണിയാർച്ച കണ്ട സ്വപ്നം. ഉണ്ണിയാർച്ച ഉണർന്നത് എപ്പോൾ? പുലരുവാൻ 7:30 രാവുള്ളപ്പോൾ ഉണ്ണിയാർച്ച ഉണർന്നു. ഞെട്ടി ഉണർന്ന ഉണ്ണിയാർച്ച എന്തെല്ലാം ചെയ്തു? തലമുടി നന്നായി കെട്ടി. വസ്ത്രം നന്നായി ഉടുത്തു. വിളക്ക് കൊളുത്തി. പടകാളി മുറ്റത്തു ചെന്ന് മണ്ഡപത്തിൻ്റെ അരികിലെത്തി. ഭൂമി തൊട്ട് നെറുകയിൽ വെച്ചു സൂര്യനെ തൊഴുതു. ശ്രദ്ധിച്ച് ഉണ്ണിയാർച്ച എന്ന ലെസൺ പഠിക്കുക. പൂന്തോട്ടം എന്ന ലെസൺ പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് തീയുടെ കഥ എന്ന ലെസണാണ്. തീയുടെ കഥ എന്ന ലെസൺ അർത്ഥം എഴുതുക. നോട്ട്ബുക്കിൽ നോക്കുക. കായ്കനികൾ കായ്കളും പഴങ്ങളും. നിരീക്ഷണം കണ്ടറിയാൻ. പാചകം ആഹാരം തയ്യാറാക്കൽ. മാംസം ഇറച്ചി. വിപരീത പദം എഴുതുക. ചൂട് തണുപ്പ്. രക്ഷ ശിക്ഷ. ശക്തം അശക്തം. അനവധി കുറച്ച്. പര്യായം എഴുതുക. മനുഷ്യൻ മാനവൻ നരൻ. തീ അഗ്നി പാവകൻ. കാറ്റ് അനിലൻ. തെന്നൽ മരം വൃക്ഷം തരു. വനം കാട് അരണ്യം. പിരിച്ചെഴുതുക. വേട്ടയാടി വേട്ട അധികം ആടി. വളരെയധികം വളരെയധികം അധികം. കരിയില കരി അധികം ഇല്ല. കൂട്ടി ഉരസി കൂട്ടി അധികം ഉരസി. കൂട്ടമായി കൂട്ടം അധികമായി. ചുട്ടെടുത്ത് ചുട്ട് അധികം എടുത്ത്. അനാർത്ഥം എഴുതുക. മൂലം കാരണം വേര്. മൃഗം മാൻ നാൽക്കാലി മൃഗം. വിഗ്രഹിക്കുക. ഇര തേടൽ ഇരയെ തേടൽ. മരച്ചുവട് മരത്തിൻ്റെ ചുവട്. കായ്കനികൾ കായും കനിയും. വന്യജീവി വനത്തിലെ ജീവി. മരക്കമ്പ് മരത്തിൻ്റെ കമ്പ്. പാചകകല പാചകം എന്ന കല. ചേർത്തെഴുതുക. ആവശ്യം അധികം കൾ ആവശ്യങ്ങൾ. മരം അധികം കൾ മരങ്ങൾ. മൃഗം അധികം കൾ മൃഗങ്ങൾ. ഞാൻ പൂരിപ്പിക്കുക. വേനൽക്കാലത്ത് ഡാഷ് മഴക്കാലത്ത് ഡാഷ് അവൻ ഉറങ്ങി. മരച്ചുവടുകളിലും ഗുഹകളിലും അവൻ ഉറങ്ങി. കൂടുതൽ ഡാഷ് ഡാഷ് മൂലം അവൻ കല്ല് ആയുധമാക്കി മാറ്റി. നിരീക്ഷണങ്ങളും ചിന്തകളും മൂലം. ദെൻ തേർഡ് വൺ, അവൻ ഡാഷ് കൂട്ടമായി ഡാഷ് എല്ലാം പഠിച്ചു. പങ്കുവയ്ക്കാനും ജീവിക്കാനും. ദെൻ ഫോർത്ത് വൺ, ഡാഷ് ഡാഷ് ആണ് മനുഷ്യരെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കുന്നത്. സാഹചര്യങ്ങളും ആവശ്യങ്ങളും. ആൻസർ ദ ഫോളോയിങ് ആണ്. ആദിമ മനുഷ്യൻ എന്താണ് ഭക്ഷിച്ചിരുന്നത്? 1. ആദിമ മനുഷ്യൻ മൃഗങ്ങളെ വേട്ടയാടി കൊന്നു തിന്നു. കൂട്ടമായുള്ള വേട്ടയാടിലൂടെ മനുഷ്യർ പഠിച്ചതെന്ത്? കൂട്ടമായി വേട്ടയാടിയപ്പോൾ അത് എളുപ്പമാണെന്ന് പഠിച്ചു. ക്രൂര മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യർ എവിടെയാണ് താമസിച്ചിരുന്നത്? മാംസം ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എപ്പോൾ? കാട്ടുതീയിൽ വെന്തുകിടക്കുന്ന മൃഗങ്ങളുടെ മാംസം കഴിച്ചപ്പോൾ അത് അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങി. തീയുണ്ടായത് എങ്ങനെ? മരത്തിൻ്റെ ഉണക്ക കമ്പുകൾ കൂട്ടിയുരസി തീയുണ്ടാക്കി. ദെൻ ലെസൺ 8 മഴ എന്ന പാഠത്തിലെ ആക്ടിവിറ്റീസാണ്. അർത്ഥം എഴുതുക. അന്തി സന്ധ്യ. ചെമ്മാനം ചുവന്ന മാനം. കളിയോടം കളിവഞ്ചി. വിപരീതം എഴുതുക. സൗകര്യം അസൗകര്യം. ഗുണം ദോഷം. അധികം ന്യൂനം. പര്യായം എഴുതുക. മഴ മാരി വർഷം. മുറ്റം അങ്കണം ചത്വരം. കാട് വിപിനം വനം. വെള്ളം ജലം തോയം. പിരിച്ചെഴുതുക. ചിണുങ്ങി 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 ചിണുങ്ങി.
അധികമായാലും അധികം അധികം ആയാലും. ചിണുങ്ങി 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 പ്ലസ് ചിണുങ്ങി. അതിലും അതിൽ അധികവും. ശബ്ദമാണ് ശബ്ദം അധികമാണ്. താളമാണ് താളം അധികമാണ്. വിഗ്രഹിക്കുക പഴഞ്ചൊല്ല് പഴയ ചൊല്ല്. കാക്കക്കാല കാക്കയുടെ കാല്. ഉത്തരമെഴുതുക. 1. ഓരോ മാസത്തിലെയും മഴയുടെ പ്രത്യേകതകൾ എന്തെല്ലാം? ചിങ്ങത്തിലെ മഴ ചിണുങ്ങി ചിണുങ്ങി. മകരത്തിൽ മഴ പെയ്താൽ മലയാളം മുടിഞ്ഞുപോം. കുംഭത്തിൽ മഴ പെയ്താൽ കുപ്പേലും മാണിക്യം. ഇടവം തൊട്ട് തുലാത്തോളം കുട കൂടാതിറങ്ങില്ല. കുട കൂടാതിറങ്ങല. മഴയ്ക്ക് കുട്ടികളോടൊപ്പം സഞ്ചരിക്കാനാണ് ഇഷ്ടമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കുട്ടികളാണ് കളിയോടെ ഉണ്ടാക്കുന്നത് കാൽ നനയ്ക്കുന്നത്. മഴയെപ്പറ്റി മുതിർന്നവർ പറയുന്നത് എന്തെല്ലാം? നിങ്ങൾ എഴുതിയതാണ്, എല്ലാവരും നോട്ട്സിലുണ്ട് അതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കേണ്ടത് പാഠം 9 കാമധേനു. ആ ലെസണിലെ ആക്ടിവിറ്റീസാണ്. അത്ഭുതം അർത്ഥം എഴുതുക. അത്ഭുതം അതിശയം, നിഷ്പ്രയാസം പ്രയാസം കൂടാതെ, ധേനു പശു, വിപരീതം സന്തോഷം സങ്കടം, പ്രയാസം നിഷ്പ്രയാസം, തോൽവി ജയം, ശക്തൻ അശക്തൻ. പിരിച്ചെഴുതുക. തിരിച്ചറിഞ്ഞു തിരിച്ച് അധികം അറിഞ്ഞു. വളരെ കാലം വളരെയധികം കാലം. പാഞ്ഞെത്തി പാഞ്ഞ അധികം എത്തി. ആഗ്രഹിക്കുന്നതല്ല ആഗ്രഹിക്കുന്നത് അധികമല്ല. രാജർഷി രാജ അധികം ഋഷി. എത്രയധികം എത്ര അധികം അധികം. ദിവ്യമായ ദിവ്യം അധികം ആയ. മഹർഷി മഹാ അധികം ഋഷി. പര്യായം രാജാവ് മന്നൻ അരച്ചൻ മുനി യോഗി സന്യാസി പശു ഗോവ ധേനു. വിഗ്രഹിക്കുക വിഭവ സമർത്ഥം വിഭവങ്ങളാൽ സമർത്ഥം. മഹാമുനി മഹാനായ മുനി. ഞാൻ ചേർത്തെഴുതുക. മഹർഷി അധികയുടെ മഹർഷിയുടെ. ആശ്രമം അധികയിൽ ആശ്രമത്തിൽ. സന്തോഷം അധികോടെ സന്തോഷത്തോടെ. അവർ അധികം അവരെ. കാമധേനു അധികൻ്റെ കാമധേനുവിൻ്റെ. ഉത്തരം എഴുതുക. ഫസ്റ്റ് 1. വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തിയത് എന്തിന്? വിശ്വാമിത്രൻ പടയാളികളോടൊപ്പം കാട്ടിൽ സഞ്ചരിക്കവേ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. ക്ഷീണിതരായ അവർ ഭക്ഷണവും വിശ്രമവും സ്ഥലവും തേടിയാണ് വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തിയത്. വിശ്വാമിത്രൻ വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തിയത് എന്തിന്? വൺസ് മോർ ടു റീഡിങ് ദാറ്റ് ആൻസർ. വിശ്വാമിത്രൻ പടയാളികളോടൊപ്പം കാട്ടിൽ സഞ്ചരിക്കവേ വിശപ്പും ദാഹവും അനുഭവപ്പെട്ടു. ക്ഷീണിതരായ അവർ ഭക്ഷണവും വിശ്രമ സ്ഥലവും തേടിയാണ് വസിഷ്ഠൻ്റെ ആശ്രമത്തിലെത്തിയത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. വസിഷ്ഠൻ രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കിയത് എങ്ങനെ? കാമധേനുവിൻ്റെ സഹായത്തോടു കൂടിയാണ് വസിഷ്ഠൻ രാജാവിന് വേണ്ടതെല്ലാം ഒരുക്കിയത്. തേർഡ് ക്വസ്റ്റ്യൻ. രാജാവിന് കാമധേനുവിൽ മോഹം തോന്നാൻ കാരണമെന്ത്? ഇത്ര വേഗം സദ്യ ഒരുക്കിയത് കാമധേനുവാണെന്ന് അറിഞ്ഞ വിശ്വാമിത്ര മഹാരാജാവിന് കാമധേനുവിൽ മോഹം തോന്നി. ഫോർത്ത് ക്വസ്റ്റ്യൻ. രാജാവ് തിരിച്ചറിഞ്ഞ സത്യമെന്ത്? രാജാവിനേക്കാൾ ശക്തൻ മഹർഷി എന്ന സത്യമാണ് വിശ്വാമിത്രൻ തിരിച്ചറിഞ്ഞത്. ഈ ലെസൺ നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക. then നമുക്ക് പഠിക്കേണ്ടത് മഴവില്ലാണോ നിന്നമ്മ എന്ന പാഠമാണ്. ജി ശങ്കരക്കുറുപ്പ് എഴുതിയതാണ്. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക, എന്നിട്ട് നോക്കുക. മഴവില്ലാണോ നിന്നമ്മ. പൂവുകൾ തണ്ടും പൂമ്പാറ്റ, പൂമ്പടി പൂശും പൂമ്പാറ്റ, പൂന്തേനുണ്ണും പൂമ്പാറ്റ, പൂവിൽ മയങ്ങും പൂമ്പാറ്റ. എന്തു വെളിച്ചം പൂമ്പാറ്റേ, എന്തു തെളിച്ചം പൂമ്പാറ്റേ, മുങ്ങാം പൊങ്ങാം കുളിർനിഴലിൽ, നീന്താം അറിയാം പൊൻവെയിലിൽ. ഒന്നു തൊടട്ടെ നിൻചിറകിൽ, നിന്ന് തരാമോ നീയരികിൽ, മഴവില്ലാണോ നിന്നമ്മ, തരുമോ നീയൊരു കുഞ്ഞുമ്മ. നമുക്കിനി ഇതിൻ്റെ ആക്ടിവിറ്റീസ് റിവൈസ് ചെയ്യാം. അർത്ഥം എഴുതുക. തെണ്ടുക വിഷയാചിക്കുക. പൂന്തേൻ പൂവിലെ തേൻ. പരയം തേൻ മധു മരന്തം. പൂവ് കുസുമം സുമം. വെയിൽ ആതപം പ്രതാപം. പിരിച്ചെഴുതുക. പൂമ്പൊടി പൂം അധികം പൊടി. പൂന്തേൻ പൂവും അധികം തേൻ. കുഞ്ഞുമ്മ കുഞ്ഞ് അധികം ഉമ്മ. വിഗ്രഹിക്കുക. പൂന്തേൻ പൂവിലെ തേൻ. കുളിർനിഴൽ കുളിരു നൽകുന്ന നിഴൽ. പൊൻവെയിൽ പൊൻ നിറമുള്ള വെയിൽ. ഉത്തരം എഴുതുക. 1. പൂമ്പാറ്റ എന്തൊക്കെ ചെയ്യുവാനാണ് ചെയ്യുമെന്നാണ് കവി പറയുന്നത്? പൂവുകൾ തോറും നേടാൻ നടക്കും. പൂമ്പൊടി പൂശും. പൂന്തേൻ കുടിക്കും. പൂവിൽ ഉറങ്ങും. പൂമ്പാറ്റയുടെ അമ്മ ആരെന്നാണ് കുട്ടി സംശയിക്കുന്നത്? മഴവില്ലാണ് പൂമ്പാറ്റയുടെ അമ്മ എന്നാണ് കുട്ടി സംശയിക്കുന്നത്, അല്ലേ? ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുട്ടി പൂമ്പാറ്റയോട് ആവശ്യപ്പെടുന്നത് എന്തു തരുവാനാണ്? ഉമ്മ തരുവാനാണ് കുട്ടി പൂമ്പാറ്റയോട് ആവശ്യപ്പെട്ടത്. ഓക്കെ ചിൽഡ്രൻ, ടീച്ചർ ഈ സെക്കൻഡ് ടേമിൻ്റെ എല്ലാ ലെസണും റിവൈസ് ചെയ്ത് തന്നു. നോട്ട്സാണ് എല്ലാം വായിച്ചത്. ഒന്നുകൂടി ശ്രദ്ധിച്ച് നോട്ട്സ് വായിച്ച് പഠിക്കുക. അർത്ഥം എഴുതുക, പര്യായം എല്ലാം പഠിക്കുക. എല്ലാം തന്നിട്ടുണ്ട്, നോട്ട്സിൽ തന്നിട്ട് എല്ലാമാണ് എക്സാമിന് ചോദിക്കുന്നത്. എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ എക്സാമിന് വേണ്ടി നല്ലതായിട്ട് പഠിക്കുമല്ലോ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ. നമുക്ക് സയൻസിലെ നെക്സ്റ്റ് റിവിഷൻ പോർഷൻ സ്കെലിറ്റൽ സിസ്റ്റമാണ്.
സ്കെലറ്റൽ സിസ്റ്റം. ഓക്കെ, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സെൽസ് പഠിച്ച് ഓർഗൻ സിസ്റ്റം പഠിപ്പിച്ചു അല്ലേ. ദ സ്കെലറ്റൽ സിസ്റ്റം, ഓൾ ഓഫ് യു ടേക്ക് യുവർ ടെക്സ്റ്റ് പേജ് നമ്പർ 90. The skeletal system. The skeletal system is composed of bones which give shape and support to the body. They also protect internal organs of the body. The skull protects the brain. The ribs protects the heart and lungs. എന്താണ് പറയുന്നത്? Skeletal system is composed of bones. അസ്ഥികൂട വ്യവസ്ഥ ശരീരത്തിന് ആകൃതിയും പിന്തുണയും നൽകുന്ന അസ്ഥികളാണ് അല്ലേ. പിന്നെയോ അവ ശരീരത്തിൻ്റെ ആന്തരിക ഇൻറ്റേർണൽ ഓർഗൻസ് ഓഫ് ദ ബോഡി, ആന്തരിക അവയവങ്ങളെയും സംരക്ഷിക്കുന്നു. ദെൻ ദ സ്കൾ പ്രൊട്ടക്ട്സ് ദ ബ്രെയിൻ. എന്താണ്? തലയോട്ടി തലച്ചോറിനെ സംരക്ഷിക്കുന്നു. തലച്ചോറിനെ സംരക്ഷിക്കുന്നു. ദ റൈബ്സ് പ്രൊട്ടക്ട് ദ ഹാർട്ട് ആൻഡ് ദ ലങ്സ്. വാരിയെല്ലുകൾ ഹൃദയത്തെയും കോശത്തെയും സംരക്ഷിക്കുന്നു. സ്പൈൻ ഓർ ദ ബാക്ക് ബോൺ ഹോൾഡ്സ് അപ്പ് ദ നെക്ക് ആൻഡ് ദ ഹെഡ്. എന്താണ്? തലയും നട്ടലിന് കഴുത്തും തലയും ഉയർത്തിപ്പിടിക്കുന്നു അല്ലേ. നട്ടലിന് കഴുത്തും തലയും ഉയർത്തിപ്പിടിക്കും. ഇറ്റ് ഓൾസോ ലിങ്ക്സ് ഓൾ ദ ബോൺസ് ഓഫ് ദ ബോഡി. ഇത് ശരീരത്തിൻ്റെ എല്ലാ അസ്ഥികളും ബന്ധിപ്പിക്കുന്നു. 2 or more bones are connected to the joints allow us to twist or bend our body parts. 2 അതിലധികമോ അസ്ഥികൾ സന്ധികളിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. നമ്മുടെ ശരീരഭാഗങ്ങൾ വളച്ചൊടിക്കാനോ വളയ്ക്കാനോ സന്ധികൾ നമ്മെ അനുവദിക്കുന്നു. നോക്കിയേ, ദ മസ്കുലർ സിസ്റ്റം ആണേ. ദെൻ മസ്കുലർ സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് മസിൽസ്. മസ്കുലർ സിസ്റ്റത്തിൽ പേശികൾ അടങ്ങിയിരിക്കുന്നു. ദ മെയിൻ ഫങ്ഷൻ ഓഫ് ദ മസ്കുലർ സിസ്റ്റം ഈസ് ടു ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ പ്രധാന പ്രവർത്തനമാണ് ഈ മസിൽ സിസ്റ്റം എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ ചലനത്തെ സഹായിക്കുക എന്നതാണ് അല്ലേ. ഫോർ ദിസ് റീസൺ, കാരണം മസിൽസ് ആർ കണക്റ്റഡ് ടു ബോൺസ്. മസിൽസ് ആരുമായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? ബോൺസുമായിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇൻ ഓർഡർ ടു മൂവ് എ ബോഡി പാർട്ട്, ദ മസിൽസ് കോൺടാക്ട് ടൈറ്റൻ അപ്പ് ആൻഡ് റിലാക്സ്. ഇതാണ് പേശികൾ അസ്ഥികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരീരഭാഗം നീക്കുന്നതിനും റിലാക്സ് ചെയ്യുന്നതിനും അല്ലേ, എന്താണ് മുറുകുന്നതിനുമൊക്കെ വിശ്രമിക്കുവാനുമൊക്കെ ഈ പേശികൾ സ്വയം ചലിക്കുന്നു. സം മസിൽസ് മൂവ് ഓൺ ദെയർ ഓൺ അല്ലേ, സ്വയം ചലിക്കുന്നു. വി ഹാവ് നോ കൺട്രോൾ ഓവർ ദം. ദ മൂവ്മെൻറ്റ് ഓഫ് അതേഴ്സ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അസ് അല്ലേ. മറ്റൊരുടെ ചലനം നമുക്ക് ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന പേശികൾ സ്വയം തുടർച്ചയായി നീങ്ങുന്നു. നമ്മുടെ കൈകളുടെ ചലനത്തിന് ഉത്തരവാദികളായ പേശികൾ ചലിക്കുന്നത് ചലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ മാത്രം ചലിക്കുന്നു അല്ലേ. മൂവ്മെൻറ്റ് ഓഫ് അവർ ഹാൻഡ് മൂവ് ഓൺലി വെൻ വി വാണ്ട് ദം ടു. നമുക്ക് എപ്പോഴാണോ നമുക്ക് ആവശ്യപ്പെടുന്നത്, വെൻ വി വാണ്ട് ദം ടു മൂവ്, അപ്പോഴാണ് ചലിക്കുന്നത്. ദെൻ ദ സർക്കുലേറ്ററി സിസ്റ്റം. രക്തചംക്രമണ വ്യൂഹം. The circulatory system includes the heart, blood and blood vessels. എന്താണ്? രക്തചംക്രമണ വ്യൂഹ സിസ്റ്റത്തിൽ, സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഹൃദയം, രക്തധമനികൾ ഉണ്ട്. The function of the circulatory system is to transport oxygen and nutrients to all parts of the body. രക്തചംക്രമണ സംവിധാനത്തിൻ്റെ പ്രവർത്തനം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ, ന്യൂട്രിയൻസ്, പോഷകങ്ങൾ എന്നിവ എത്തിക്കുകയും മാലിന്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു. ആൻഡ് ടു ക്യാരി അവേ വേസ്റ്റ് പ്രോഡക്ട്സ്, മാലിന്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നു എന്നതാണ്. ദ ഹാർട്ട് ഈസ് ദ മേജർ ഓർഗൻ ഓഫ് ദ സർക്കുലേറ്ററി സിസ്റ്റം. ഹാർട്ടാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ മേജർ ഓർഗൻ. ബ്ലഡ് വെസൽസ് ക്യാരി ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് ബോഡി പാർട്സ് ആൻഡ് back to the heart. Blood vessels carry blood from the heart to different body parts and then back to the heart. രക്തക്കുഴലുകൾ ഹൃദയത്തിൽ നിന്ന് വിവിധ ശരീരഭാഗങ്ങളിലേക്കും പിന്നീട് ഹൃദയത്തിലേക്കും രക്തം കൊണ്ടുപോകുന്നു. ഇതിൽ നോക്കിയത് റെസ്പിറേറ്ററി സിസ്റ്റം. എന്താണ് റെസ്പിറേറ്ററി സിസ്റ്റം? സിസ്റ്റം ദാറ്റ് ഡീൽസ് വിത്ത് ബ്രീതിങ് ഈസ് നോൺ ആസ് റെസ്പിറേറ്ററി സിസ്റ്റം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സപ്ലൈസ് ഓക്സിജൻ ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഓക്സിജൻ എത്തിക്കുന്നു. ദ റെസ്പിറേറ്ററി സിസ്റ്റം കംപ്രൈസസ് ഓഫ് ദ മൗത്ത്, നാസൽ പാസേജസ്, ത്രോട്ട്, വിൻപൈപ്പ് ആൻഡ് ലങ്സ് അല്ലേ. എന്താണ് പറയുന്നത്? റെസ്പിറേറ്ററി സിസ്റ്റം എന്തൊക്കെയാണ്? മൗത്ത് അല്ലേ, പിന്നെന്താ ശ്വാസനാളം, ശ്വാസകോശം,
പിന്നെന്താണ് എന്നിവ ഉൾപ്പെടുന്നതാണ് ശ്വസന വ്യവസ്ഥ. നാസൽ പാസേജ്, ത്രോട്ട്, വിൻപൈപ്പ് ആൻഡ് ലങ്സ് ഒക്കെ ഉൾപ്പെടുന്നതാണ്. വി യൂസ് മോസ്റ്റ്ലി അവർ നോസ് ആൻഡ് സംടൈംസ് അവർ മൗത്ത് ടു ബ്രീത്ത്. എന്താണ്? ശ്വസിക്കാൻ നമ്മൾ കൂടുതലും മൂക്കും ചിലപ്പോൾ വായു ഉപയോഗിക്കുന്നു, അല്ലേ? ദ എയർ മൂവ്സ് ഡൗൺ ത്രൂ ദ വിൻപൈപ്പ് ആൻഡ് റീച്ചസ് ടു ലങ്സ്. ഉപയോഗിക്കും. വായു ശ്വസന നാളത്തിലൂടെ താഴേക്ക് നീങ്ങുകയും 2 ശ്വാസകോശങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. ഓക്കെ ചിൽഡ്രൻ, ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഗൂഗിൾ മീറ്റിലെ ടീച്ചർ പറഞ്ഞു തരുന്നതാരും വായിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ ചിൽഡ്രൻ, താങ്ക് യു. Hello, good morning children. How are you all? Fine. Did you have a breakfast? Yes, okay. അപ്പോൾ എന്താണ് നമ്മൾ GK ആണ് പഠിക്കാൻ പോകുന്നത്. GK എന്താ? റിവിഷൻ ക്ലാസ് ആണ്. സെക്കൻഡ് ടൈം എക്സാമിനുള്ള ലെസൺസ് എല്ലാം തീർന്നിട്ടുണ്ട്. അപ്പോൾ എന്താ? റിവിഷൻ ക്ലാസ് ആണ്. ഓക്കെ, നമുക്ക് ടെക്സ്റ്റിലേക്ക് പോകാം. ലെസൺ 4 യൂസ്ഫുൾ പ്ലാന്റ്സ്. അപ്പോൾ നമ്മൾ എന്താ? റിവിഷൻ ആണ്. യൂസ്ഫുൾ പ്ലാന്റ്സ് എന്ന് പറഞ്ഞ ലെസൺ ആണ് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത്. ഈ ലെസണിൽ നമ്മളെന്താ? കുറച്ച് പ്ലാന്റ്സുകളെ കുറിച്ചാണ് പഠിച്ചത്. പ്ലാന്റ്സുകൾ പഠിച്ചു, അതിൻ്റെ യൂസ് പഠിച്ചു. ഓക്കെ, നമുക്ക് റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ച പ്ലാന്റ് ഏതായിരുന്നു? ജൂട്ടായിരുന്നു. ജൂട്ടിൻ്റെ യൂസ് എന്തൊക്കെയാണ്? ജൂട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? റോപ്സ് കിട്ടും, അതുപോലെ സാക്സും കിട്ടും. അടുത്ത് നമ്മൾ പഠിച്ചത് കോട്ടൺ ആയിരുന്നു. കോട്ടണിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? ഫാബ്രിക് കിട്ടും, അതുപോലെ കോഫി ഫിൽറ്ററും കിട്ടും. കോഫി ഫിൽറ്റർ ഉണ്ടാക്കാൻ പറ്റും, ഫാബ്രിക്കും കോഫി ഫിൽറ്ററും ഉണ്ടാക്കാൻ പറ്റും. നെക്സ്റ്റ് റബ്ബറാണ്. റബ്ബറിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? ബൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ടയേഴ്സും ഉണ്ടാക്കാൻ പറ്റും. അത് കഴിഞ്ഞാണെങ്കിലോ കോക്കനട്ടാണ്. കോക്കനട്ടിൽ നിന്ന് നമുക്ക് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്? മാട്രസസ് ആൻഡ് ഓയിൽ. മാട്രസസ് ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ ഓയിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പഠിച്ചു. പിന്നെന്താണ്? ബാംബു. ബാംബുവിൽ നിന്ന് ഫർണിച്ചർ ഉണ്ടാക്കാൻ പറ്റും, പേപ്പർ ഉണ്ടാക്കാൻ പറ്റും. നീം, മെഡിസിൻ ഉണ്ടാക്കാൻ പറ്റും, അതുപോലെ കോസ്മെറ്റിക് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇനി അടുത്ത ലെസൺ നോക്കാം. ലെസൺ 5 ആണ് കൺട്രീസ്, ക്യാപിറ്റൽസ്, കറൻസീസ്. ലെസൺ 5 എന്താണ്? രാജ്യങ്ങൾ, കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ പഠിച്ചു, തലസ്ഥാനങ്ങൾ പഠിച്ചു, പിന്നെന്താണ്? കറൻസീസും പഠിച്ചു. ആദ്യം പഠിച്ച രാജ്യം ഏതാണ്? ഓസ്ട്രേലിയയാണ്. ഓസ്ട്രേലിയയുടെ ക്യാപിറ്റൽ ഏതാ? ക്യാൻബറ. കറൻസി ഈസ് ഓസ്ട്രേലിയൻ ഡോളർ. നെക്സ്റ്റ് കാനഡ. ഒട്ടവയാണ് ക്യാപിറ്റൽ, കനേഡിയൻ ഡോളർ കറൻസി. ഈജിപ്ത്. കെയ്റോ ഈസ് ക്യാപിറ്റൽ, ഈജിപ്ഷ്യൻ പൗണ്ടാണ് കറൻസി. നെക്സ്റ്റ് മലേഷ്യയാണ്. കോലാലംപൂറാണ് ക്യാപിറ്റൽ, റിങ്കറ്റാണ് കറൻസി. നെക്സ്റ്റ് മെക്സിക്കോ. മെക്സിക്കോ സിറ്റിയാണ് ക്യാപിറ്റൽ, മെക്സിക്കൻ പെസോ കറൻസിയാണ്. 6th വൺ ജപ്പാൻ. ടോക്കിയോ ആണ് ക്യാപിറ്റൽ, yen കറൻസി. The USA. Washington DC is the capital and dollar is the currency. Next is England. London is the capital, pound sterling is the currency. Afghanistan. Kabul is the capital, Afghani is the currency. Next is Myanmar. Naypyidaw is the capital and the cat is the currency. Next is Algeria. Algiers is the capital of Algeria. Currency is Algerian dinar. Next is Bangladesh. Dhaka is the capital and Taka is the currency. Russia. Moscow is the capital, Russian ruble is the currency. Switzerland. Bern is the capital, Swiss franc is the currency. The last one is China. Beijing is the capital, renminbi is the currency. അപ്പോൾ നിങ്ങൾ എന്താണ്? നന്നായിട്ട് വായിച്ച് പഠിക്കണം, കൺട്രി പഠിക്കണം,
ക്യാപിറ്റൽ പഠിക്കണം, അതുപോലെ കറൻസിയും പഠിക്കണം. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് ലെസൺ ഈസ് ഗ്രേറ്റ് ഇന്ത്യൻസിൽ നമ്മൾ കുറച്ച് ലീഡേഴ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ലീഡേഴ്സിനെ നിക്ക് നെയിം പഠിച്ചു അല്ലേ, ലീഡേഴ്സിൻ്റെ പേരുകൾ പഠിച്ചു, അവരുടെ നിക്ക് നെയിമും പഠിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം, ലീഡേഴ്സിൻ്റെ പേര് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇതാരായിരുന്നു? പഞ്ചാബ് കേസരി എന്ന നിക്ക് നെയിമുള്ള നമ്മുടെ ഒരു ലീഡറായിരുന്നു, ഒരു ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ലീഡറായിരുന്നു. അതാരാണ്? ബി ആണ്, ലാല ലജ്പത് റായ്. ലാല ലജ്പത് റായുടെ നിക്ക് നെയിമാണ് പഞ്ചാബ് കേസരി. ദെൻ നമ്മൾ അടുത്ത പഠിച്ച ഏതായിരുന്നു? അദ്ദേഹത്തിൻ്റെ നിക്ക് നെയിം എന്താണ്? നേതാജി. നേതാജി എന്നാണ് നിക്ക് നെയിം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? സുഭാഷ് ചന്ദ്രബോസ്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് സുഭാഷ് ചന്ദ്രബോസ് എന്നാണ്. ദെൻ ദിസ് ഇസ് നിക്ക് നെയിം നോക്കാം നമുക്ക്. ഷഹീദ് ഇ അസം ആണ് നിക്ക് നെയിം. ഇതാരായിരുന്നു? അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സി ആണ്, ഭഗത് സിംഗ്. അദ്ദേഹത്തിൻ്റെ പേരെന്താ? ഭഗത് സിംഗ് എന്നാണ്. നെക്സ്റ്റ് വൺ ബ എന്നാണ് നിക്ക് നെയിം. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? കസ്തൂർബ ഗാന്ധി. എന്തായിരുന്നു പേര്? കസ്തൂർബ ഗാന്ധി. ദെൻ ദിസ് ഇസ് ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ. ദ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്ന നിക്ക് നെയിമുള്ള ഒരു ഗ്രേറ്റ് ലീഡറാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? സരോജിനി നായിഡു. സരോജിനി നായിഡു. ലാസ്റ്റ് വൺ, അദ്ദേഹത്തിൻ്റെ നിക്ക് നെയിം എന്താണ്? ദ അയൺ മാൻ ഓഫ് ഇന്ത്യ. അയൺ മാൻ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ നിക്ക് നെയിം. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേരെന്താണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് അത് പഠിക്കുക, ഈ ലെസൺ പഠിക്കുക കേട്ടോ. ഗ്രേറ്റ് ലീഡേഴ്സിൻ്റെ പേരുകൾ പഠിക്കണം, അവരുടെ നിക്ക് നെയിമും പഠിക്കണം. അടുത്ത ലെസണിലേക്ക് പോവാം. വേർഡ് ഫൺ. ലാസ്റ്റ് ലെസണാണ്, ലെസൺ 7 വേർഡ് ഫണ്ണാണ്. എന്താണ്? കുറച്ച് വേർഡ്സുകൾ കണ്ടുപിടിച്ചു. നമ്മളെന്താ, പസിലാണ്. പസിലിൽ കുറച്ച് മിസ്സിങ് ആയിട്ടുള്ള ലെറ്റേഴ്സ് കണ്ടുപിടിച്ച് നമ്മൾ പുതിയ വേർഡുകൾ ഉണ്ടാക്കി, പുതിയ വാക്കുകൾ ഉണ്ടാക്കി അല്ലേ. ക്ലൂ തന്നിട്ടുണ്ട്. ക്ലൂ വായിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ വാക്കുകൾ ഉണ്ടാക്കിയത്. ദ ഫസ്റ്റ് വൺ, ഹൂ യൂസസ് മീ ടു പെയിൻറ്റ്. എന്താണ് ഇത്? പെയിൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. ആരാണ് ഇത് യൂസ് ചെയ്യുന്നത്? ആരാണ് ഈ പെയിൻറ്റ് യൂസ് ചെയ്യുന്നത് പെയിൻറ്റ് ചെയ്യാനായിട്ട്? ആർട്ടിസ്റ്റ്. മൈ ഫേവറേറ്റ് ഫുഡ്. എന്താ റാബിറ്റാണ് പറയുന്നത്. റാബിറ്റിൻ്റെ ഫേവറേറ്റ് ഫുഡാണെന്നാണ് പറയുന്നത്. എന്താണ്? ക്യാരറ്റ്. നെക്സ്റ്റ് വൺ, ദ ബിഗ് ആനിമൽ ദാറ്റ് ലവ്സ് മീ. ഒരു ബിഗ് ആനിമലാണ്. ആ ആനിമലിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ തന്നിട്ടുണ്ട് ഹണിയാണ്. ഹണി ഇഷ്ടമുള്ള ബിഗ് ആനിമൽ ഏതാണെന്നായിരുന്നു ഇവിടെ എഴുതേണ്ടിയിരുന്നത്. നമ്മൾ എഴുതിയിട്ടുണ്ട്, ബെയറാണ്. അടുത്തെന്താ? സിറ്റ് കംഫർട്ടബിളി. നമുക്ക് കംഫർട്ടായിട്ട് ഇതിൽ ഇരിക്കാൻ പറ്റും. അതെന്തായിരുന്നു? ആം ചെയറാണ്. ആം ചെയർ. നെക്സ്റ്റ് വൺ, ഐ ഫീഡ് എവരി വൺ. എല്ലാവർക്കും ഫുഡ് തരുന്ന ഒരാളാണിത്. ആരാണ് ഫുഡ് തരുന്നത്? ഫാർമറാണ്. ഫാർമർ കൃഷി ചെയ്ത് നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും. നമുക്കെന്താ? ക്രോപ്സും അതുപോലെ ഗ്രെയിൻസും നമുക്ക് കൃഷി ചെയ്ത് ഉണ്ടാക്കി തരും. ആരാ? ഫാർമർ. പിന്നെന്താ? ഐ ആം ഓസ്ട്രേലിയൻ. ഇവിടെ എന്താ ഒരു ആനിമൽ കൊടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആനിമലാണിത്. ഞാനൊരു ഓസ്ട്രേലിയക്കാരനാണെന്നാണ് പറയുന്നത്. ഏത് ആനിമലാണിത്? കാംഗ്രൂ. കാംഗ്രൂ ആണ് ഓസ്ട്രേലിയൻ ആനിമൽ. അപ്പോൾ നിങ്ങളിതെല്ലാം എക്സസൈസൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ലെസൺസ് നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് എക്സാം എഴുതണം. ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ ദ എക്സാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.